വർക്ക് വരുന്നത് മൂവാറ്റുപുഴയിലാണ്. രാവിലെ ഒരു സൈറ്റിൽ വർക്ക് ഉണ്ടായിരുന്നു, അവർ പോയി. ഇപ്പം നമ്മുടെ അടുത്ത് മൂവാറ്റുപുഴയിലാണ് വർക്ക് വരുന്നത്. ഇപ്പോൾ 2 വെസൽ, ഒരു വാട്ടർ സോഫ്റ്റ്നറും പിന്നെ ഒരു അയൺ റിമൂവലും പിന്നെ ഒരു കിച്ചണിൽ വെക്കുന്ന ഒരു പ്യൂരിഫയറുമാണ് വരുന്നത്. അപ്പം വെസൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും അതിൻ്റെ ഫിൽട്രേഷൻ രീതികൾ എങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. Turn left, then your destination will be on the left. അപ്പോൾ നമ്മളിവിടെ സൈറ്റിൽ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യമേ നമ്മളൊരു അയൺ റിമൂവൽ സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്തത്. DMA65 ഉപയോഗിച്ചുള്ളൊരു അയൺ റിമൂവൽ സിസ്റ്റവും അതിന് ശേഷമാണ് നമ്മൾ വാട്ടർ സോഫ്റ്റ്നർ വെക്കുന്നത്. അപ്പം വാട്ടർ സോഫ്റ്റ്നർ എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അയൺ ശകലം പോലും വരാൻ സാധ്യത ഉണ്ടാവരുത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴും അയൺ റിമൂവൽ സിസ്റ്റമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിന് ശേഷമാണ് വാട്ടർ സോഫ്റ്റ്നർ വെക്കത്തുള്ളൂ. അപ്പം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വാട്ടർ സോഫ്റ്റ്നർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നില്ല. നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലുകളിലൊക്കെ പാട് പിടിക്കുക, അതുപോലെ പൈപ്പിൽ പാട് പിടിക്കുക, കറ പിടിക്കുക, പാത്രങ്ങളിലൊക്കെ പാട് വരുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ വാട്ടർ സോഫ്റ്റ്നർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അയണിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അയൺ റിമൂവൽ സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ സെഡിമെൻറ്റ് പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കരട്, ചെളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സെഡിമെൻറ്റ് ഫിൽറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമുക്ക് ഈ പാട് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞു. ഡോസിങ് പമ്പ് നമ്മൾ ഒരെണ്ണം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പ്ലംബിങ്ങിൻ്റെ വർക്കുകളാണ് വരുന്നത്. അപ്പം നമ്മൾ പമ്പിൻ്റെ ഔട്ട് ഫിൽറ്ററിൽ കയറ്റി അതിലൂടെ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ടാങ്കിലേക്ക് പോകുന്ന രീതിയിലേക്കാണ്, മെയിൻ ടാങ്കിലേക്ക് പോയി പിന്നെ അവിടുന്ന് പൈപ്പിലേക്ക് നല്ല രീതിയിൽ വെള്ളം വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് മീഡിയ എല്ലാം ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ടൈം പുതിയ മീഡിയയാണ് അപ്പം നടക്കുന്നത്. അപ്പം ബാക്ക് വാഷ് നല്ല രീതിയിൽ ചെയ്യണം. ബാക്ക് വാഷ് എല്ലാം ചെയ്ത് മീഡിയ എല്ലാം ക്ലിയർ ആക്കിയിട്ട് ഇപ്പം നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഡോസിങ് പമ്പ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫിൽട്രേഷൻ ഈ രീതിയിലായിട്ടുണ്ട്. നല്ല ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. കസ്റ്റമറും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. നിങ്ങൾക്കിതുപോലെ വെള്ളത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ വാട്ടർ ഫിൽറ്ററുകളോ അതുപോലെ പ്യൂരിഫയർ ഇൻസൈഡ് കിച്ചണിൽ വെക്കുന്ന പ്യൂരിഫയറുകളോ വെള്ളത്തിൻ്റേതായിട്ടുള്ള എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് 100% ഗ്യാരൻറ്റിയോട് കൂടി ചെയ്തു തരുന്നതാണ്. പ്യൂരിഫയറുകൾ നമുക്ക് അവൈലബിൾ ആണ്. 8 ലിറ്റർ മുതൽ സ്റ്റോറേജ് വരുന്ന പ്യൂരിഫയറുകൾ നമുക്ക് കിച്ചണിൽ പാചകത്തിനായിട്ടും അതുപോലെ കുടിവെള്ളത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്ന പ്യൂരിഫയറുകളും പല മോഡലുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം